തെരഞ്ഞെടുപ്പിൻ്റെ ആരവവും ശബ്ദവും കാഹളവും മുഴങ്ങുമ്പോൾ കോൺഗ്രസ് ഞെട്ടിക്കലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും വിസ്മയങ്ങളാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി ജെ പിയിൽ ഒത്തിരി പേര് ചേരുന്നുണ്ട്. അതേസമയം കോൺഗ്രസിനകത്താണെങ്കിൽ ഈ സി പി എമ്മും എൽ ഡി എഫുമായി ഇടഞ്ഞു നിൽക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇടതുപക്ഷ ലൈനിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. 3 സ്ഥലത്താണ് വിസ്മയ സ്ഥാനാർത്ഥികൾ വരാൻ പോകുന്നത്. ഒന്നാമത്തായി വരാൻ പോകുന്നത് കഴക്കൂട്ടം ഓർ കാട്ടാക്കട ഓർ അരുവിക്കര ഓർ നെയ്യാറ്റിൻകര. അതായത് കേരളത്തിൻ്റെ തെക്കൻ മേഖലകളും അല്ലെങ്കിൽ കഴക്കൂട്ടം. ഏറ്റവും പ്രോമിനൻ്റായി കേൾക്കുന്നത് കഴക്കൂട്ടമാണ്. കാരണം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. ഞാൻ പറഞ്ഞു വരുന്നത് മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനും കെ എസ് യുവിൻ്റെ കോളേജ് യൂണിയനിൽ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കുടുംബപരമായി കോൺഗ്രസ് ആയിട്ടുള്ള കെ എസ് യുക്കാരനായിട്ടുള്ള പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന നാടകത്തിലെ കഥാപാത്രം അവതരിപ്പിച്ചതുകൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റായ, ലേഖനങ്ങൾ നിരവധി എഴുതിയത് കൊണ്ട് നിസ്വരായിട്ടുള്ള കർഷകർക്ക് വേണ്ടിയും പിന്നെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ലേഖനം എഴുതിയതുകൊണ്ട് ലേഖനം കണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി എന്നിവ വിളിച്ച് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആക്കിയാൽ അതേ നിസ്വരായിട്ടുള്ള നിശബ്ദരായിട്ടുള്ള ആശാ വർക്കേഴ്സിന് വേണ്ടി 4 വർത്തമാനം പറഞ്ഞപ്പോൾ അതും പരസ്യമായല്ല, അത് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലെ ചതിയുടെ വഞ്ചനയുടെ കഥകൾ. അപ്പോൾ അങ്ങനെ വന്ന പ്രേംകുമാർ ഇന്നലെ കെ സി വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ കെ സി വേണുഗോപാൽ സംസാരിച്ചിരിക്കുന്നു. ഇന്ന് കെ പി സി പ്രസിഡന്റുമായിട്ട് കാണുന്നുണ്ട്. ഇന്ന് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതിയും പ്രചരണ സമിതിയും ഒക്കെ തിരുവനന്തപുരത്ത് കൂടുന്നുണ്ട്. അപ്പോൾ എല്ലാ നേതാക്കളും തിരുവനന്തപുരത്തുണ്ട്. ഇന്നോ നാളെയോ അതോ ഇനി തിരുവനന്തപുരത്ത് ഇതിനകത്ത് സതീശൻ്റെ ജാഥ എത്തുമ്പോൾ പ്രേംകുമാർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യും. അത് കഴക്കൂട്ടമാണ്. ഇന്നലെ വേറൊരു തമാശ നടന്നു. ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ രഹസ്യമായി അവിടെ ചെന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സമയം ഇപ്പം വളരെ ദോഷമാണ്. നിങ്ങൾ ഫോണിലൊക്കെ വിളിച്ചാൽ പോരായിരുന്നു. നിങ്ങൾ ചെന്നപ്പോൾ കുഴപ്പം എന്താണ്? സകല മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് താങ്കൾ ചെന്നത് എല്ലാ മാധ്യമങ്ങളിലും ലൈവായി കാണിച്ചു. കുഴപ്പമില്ല, താങ്കൾ ചെന്നപ്പോൾ അവിടെ അടച്ചു കിടക്കുന്നു. പ്രേംകുമാർ അവിടെ ഇല്ലായിരുന്നു. എന്തായാലും താങ്കൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല നേരിട്ട്. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. പ്രേംകുമാർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞു. അടുത്തൊരു സ്ഥാനാർത്ഥി വടക്കോട്ട് പോകുമ്പോൾ പാലക്കാട് 2 സ്ഥാനാർത്ഥികളാണ് സർപ്രൈസ് സ്ഥാനാർത്ഥികളായി വരാനായിട്ട് റെഡിയായി നിൽക്കുന്നത്. ഒന്ന് കണ്ണൻ ഗോപിനാഥൻ, അദ്ദേഹം രാഹുൽ മാങ്കുട്ടൻ ഒഴിവന്ന പാലക്കാട് IAS നിന്ന് രാജിവെച്ച് മോദിയോടുള്ള എതിർപ്പ് കൊണ്ടോ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടൊക്കെ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹം മോദി വിരുദ്ധനായി രാജ്യത്ത് അറിയപ്പെടുന്ന മുൻ IAS ചെറുപ്പക്കാരനാണ് അദ്ദേഹം. കണ്ണൻ ഗോപിനാഥൻ, അദ്ദേഹം പാലക്കാട് മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കോൺഗ്രസിന്. കാരണം ഇന്നലെ വരെ അദ്ദേഹം നേരത്തെ കോൺഗ്രസ് ചേർന്നു. ഇന്നലെ വരെ അദ്ദേഹം മനസ്സ് തുറന്നില്ല. ഇന്നലെ പക്ഷേ അദ്ദേഹം പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ആരുടെയും ഒരു തള്ളു ബാക്കിലുണ്ട്. എന്നാലും കണ്ണൻ ഗോപിനാഥൻ മത്സരിക്കുന്നു. ഇതിനേക്കാളൊക്കെ കേരളമാകെ ചർച്ച ചെയ്യാൻ പോകുന്ന, കേരളത്തിലാകെ കൗതുകമുണ്ടാകുന്ന ഒരു മണ്ഡലമാണ് മലമ്പുഴ. VS അച്യുതാനന്ദനെ ആലപ്പുഴയിൽ മാരാരിക്കുളത്ത് കാലുവാരിയപ്പോൾ VS അച്യുതാനന്ദൻ്റെ സ്വന്തം തട്ടകത്തിൽ കാലുവാരി മാരാരിക്കുളത്ത് VSനെ തോൽപ്പിച്ചൊരു ഫ്രാൻസിസ് ജയിച്ചപ്പോൾ കോൺഗ്രസ്സുകാർക്ക്, കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ച് VSനെ തോൽപ്പിച്ചപ്പോൾ, ഒരു PA ഫ്രാൻസിസ് കോൺഗ്രസിൽ മാരാരിക്കുളത്ത് ജയിച്ചപ്പോൾ പിന്നെ VSൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു. അദ്ദേഹത്തിന് നിൽക്കാൻ ധൈര്യം തോന്നിയില്ല. അദ്ദേഹം പിന്നെ നേരെ പോയത് മലമ്പുഴയ്ക്കാണ്. പക്ഷേ മലമ്പുഴയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നുള്ള നിലയിൽ മലമ്പുഴയിൽ VS മലമ്പുഴയെ പ്രതിനിധീകരിച്ചു. ആ മലമ്പുഴയിൽ VSനെ പ്രതിനിധീകരിച്ചപ്പോൾ VSൻ്റെ നിഴൽ പോലെ കൂടെ നിന്ന സുരേഷ് ഉണ്ട്. ഇപ്പോഴും CPMനകത്ത് തന്നെ 10 വർഷമായി അദ്ദേഹം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി VSൻ്റെ സെക്രട്ടറി, പേഴ്സണൽ അസിസ്റ്റൻ്റായി നിന്നത് എന്നുള്ള ഒറ്റ കാരണത്താൽ പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് കളഞ്ഞു. 10 വർഷമായി അദ്ദേഹം കത്തെഴുതി അദ്ദേഹത്തിൻ്റെ കൈ കഴച്ചിരിക്കുകയാണ്, പേന ഒടിഞ്ഞിരിക്കുകയാണ്, മഷി തീർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള സുരേഷ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിനുമായി ആഭിമുഖ്യം കാണിച്ചിട്ടുണ്ട്. PA സുരേഷ്, അതായത് VS അച്യുതാനന്ദൻ്റെ PA സുരേഷ്, അദ്ദേഹം മലമ്പുഴക്കാരൻ തന്നെയാണ്. മലമ്പുഴയുടെ രാഷ്ട്രീയം അദ്ദേഹത്തിന് അറിയാം. അവിടെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചാലും സ്വതന്ത്രനായി മത്സരിച്ചാൽ കൂടുതൽ സാധ്യതയാണ്. VS ഗ്രൂപ്പുകാരുണ്ട്, ശക്തമായ VS ഗ്രൂപ്പുകാർ ഇപ്പോഴവിടെ മലമ്പുഴയിലുണ്ട്. ആ VS ഗ്രൂപ്പുകാരുടെ വോട്ട് കൂടെ കിട്ടിയാൽ മലമ്പുഴയിൽ നിന്ന് സുരേഷിന് ജയിക്കാൻ കഴിയും. അപ്പോൾ മലമ്പുഴ പിടിക്കാം. അതുപോലെ തന്നെ കഴക്കൂട്ടം അല്ലെങ്കിൽ കാട്ടാക്കട അല്ലെങ്കിൽ നെയ്യാറ്റിൻകര, അതായത് ഒരു LDF മണ്ഡലം പിടിക്കാനായി പ്രേംകുമാറിനെയും രംഗത്തിറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 3 സർപ്രൈസ് സ്ഥാനാർത്ഥികളാണ്. ഇനി ജോയി മാത്യു
സ്ഥാനാർത്ഥിയായി വരുമോ നമുക്കറിയില്ല. ജോയ് മാത്യു സ്ഥാനാർത്ഥിയായി വരുമോ, മറ്റു സർപ്രൈസ് സ്ഥാനാർത്ഥികൾ വരുമോ? എന്തായാലും പ്രേംകുമാർ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ സാധ്യത പറയുന്നത് കഴക്കൂട്ടത്ത് വി മുരളീധരൻ വന്നു കഴിഞ്ഞു ആൾറെഡി ബി ജെ പിയുടെ. അതുപോലെ കടമ്പള്ളി സുരേന്ദ്രൻ ആയിരിക്കുമെന്ന് കേൾക്കുന്നു, അല്ലെങ്കിൽ ദീപക്കായിരിക്കും LDFനെ സംബന്ധിച്ച്. അതേസമയം കഴക്കൂട്ടത്തുകാരനായിട്ടുള്ള തന്നെ, കഴക്കൂട്ടത്ത് താമസിക്കുന്ന കഴക്കൂട്ടംകാരനായിട്ടുള്ള പ്രേംകുമാർ ആയിരിക്കും കഴക്കൂട്ടത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും ആപ്റ്റ് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടും അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഡോക്ടർ SS ലാൽ മത്സരിച്ചു, തോറ്റുപോയി. അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു സീറ്റ് കൊടുത്തതാണ്, പക്ഷേ അദ്ദേഹം തോറ്റുപോയി. അദ്ദേഹത്തിന് അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു സീറ്റ് കൊടുത്തതാണ്, പൊളിറ്റീഷ്യൻ അല്ലാത്ത ലാലിന് സീറ്റ് കൊടുത്തതാണ്. പക്ഷേ ലാൽ തോറ്റുപോയി. അത് കേരളം അങ്ങനെയാണ്. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരൊന്നും അങ്ങനെ ജയിപ്പിച്ചൊരു പാരമ്പര്യമൊന്നും കേരളത്തിലില്ല. ONV കുറുപ്പിനെ നമ്മൾ തോൽപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ ONV കുറുപ്പിനെ ജയിപ്പിക്കണം വേണ്ട എന്നുള്ള രണ്ടാമത്തെ വിഷയം, പക്ഷേ തോൽപ്പിച്ചു. പക്ഷേ ജയിച്ചത് വളരെ ജനകീയനല്ല, അത് വളരെ സാത്വികനായിട്ടുള്ള ചാൾസ് സാറാണ് ജയിച്ചത്. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അദ്ദേഹം നല്ല മാന്യനായ മിടുക്കനായ MP ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ONV കുറുപ്പ് സാർ തോറ്റത് എന്നുള്ള, പക്ഷേ ഞാൻ പറഞ്ഞത് ONV കുറുപ്പ് സാർ തോറ്റു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വേറെ. പിന്നെ അതുപോലെ തന്നെ പലരെയും നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു കൾച്ചറൊന്നും നമുക്കില്ല. അങ്ങനെ ഒരു പ്രൊഫഷണൽ ആൾ വന്ന് നിന്നാൽ അങ്ങ് ജയിപ്പിച്ച് കളയാം. ശ്രീധരനെ നമ്മൾ തോൽപ്പിച്ചവരാണ്. ജേക്കബ് തോമസിനെ തോൽപ്പിച്ചവരാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ ഏത് പാർട്ടി എന്നുള്ളതല്ല, നമ്മൾ മാന്യന്മാർ നിന്നാൽ അവർ പാർട്ടിയൊക്കെ നോക്കി രാഷ്ട്രീയമൊക്കെ നോക്കി അവരെ തോൽപ്പിക്കും. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കോൺഗ്രസ് ഞെട്ടിക്കൽസിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വിസ്മയമാണ് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരിപാടി. അവർ വിസ്മയ ഹോട്ടലുകളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് കേൾക്കുന്നു. കട്ടാക്കടയിൽ നെയ്യാറ്റിൻകരയൊക്കെ വിസ്മയ ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഈ വിസ്മയം ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു കോൺഗ്രസിൻ്റെ മുഖമുദ്രയായി എടുത്തിരിക്കുന്നത്. ആ വിസ്മയത്തിന് VD സതീശനാണ് മുൻകൈ എടുക്കുന്നത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ ഒരുപാട് ആളുകളെ എല്ലാ അർത്ഥത്തിലും CPMനെ തളർത്തിയതിനു ശേഷം, സാംസ്കാരികമായും സാമൂഹ്യമായും പാരിസ്ഥിതികമായും രാഷ്ട്രീയമായും എല്ലാ അർത്ഥത്തിലും CPMനെ തകർത്തതിന് ശേഷം മാത്രമേ താൻ മുഖ്യമന്ത്രിയാകൂ എന്നൊരു ശപഥമാണ് എടുത്തിരിക്കുന്നത്. 100 സീറ്റ് കിട്ടാൻ വേണ്ടി 100,000 വിസ്മയങ്ങൾ തീർക്കുക എന്നുള്ള വളരെ വളരെ രസകരമായ ഒരു രാഷ്ട്രീയത്തിലേക്കാണ് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി എത്ര പേർ എങ്ങോട്ട് എവിടേക്കൊക്കെ ചാടും, BJPയിൽ എത്ര ചേരും, കോൺഗ്രസ്സിൽ എത്ര ചേരും, CPMൽ എത്ര ചേരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. CPMൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ ചേരാൻ പറ്റുന്നൊരു പാർട്ടിയല്ല CPM. കാരണം അവിടെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വരാം, അല്ലാതെ ഈ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്ന് പെട്ടെന്നൊരു സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന നേതാവൊന്നും ആവാൻ പറ്റുന്നൊരു പാർട്ടിയല്ല. ഇപ്പോൾ ശ്രീലേഖ IPS മത്സരിക്കാം CPMൽ, അതൊക്കെ അവർ സമ്മതിക്കും. പക്ഷേ CPMലോട്ട് ചെന്ന് കഴിഞ്ഞാൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആക്കുമോ, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിലെടുക്കും? അങ്ങനെ എടുക്കത്തില്ല. അതവിടെ പാർട്ടി ഘടന, ഇരുമ്പ് മറ, ഇരുമ്പ് ചട്ട, അത് വേറൊരു മിലിറ്ററി ലൈനാണ്. അപ്പോൾ അതുകൊണ്ട് CPMലേക്ക് അങ്ങനെ ഒഴുകാൻ പറ്റില്ല. സഹയാത്രികരായിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മത്സരിക്കാനൊക്കെ പറ്റും. ഇപ്പുറത്ത് അങ്ങനെയല്ല, നേരെ വന്നാൽ KPCCയുടെ സെക്രട്ടറി ആക്കാം, അതിൻ്റെ ഭാരവാഹിത്വം കൊടുക്കും. BJPയിലാണെങ്കിൽ വലിയ ഭാരവാഹിത്വം കൊടുക്കും. അതുകൊണ്ട് തന്നെ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട്. എന്തായാലും 3 പേർ ഞാൻ പറഞ്ഞ പ്രേംകുമാർ, സിനിമാ നടൻ പ്രേംകുമാർ, ചലച്ചിത്ര അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനാണ്. അതുപോലെ തന്നെ കണ്ണൻ ഗോപിനാഥൻ, മുൻ IASകാരനാണ്. VSൻ്റെ PA ആയിരുന്ന S സുരേഷ്, അദ്ദേഹം രാഷ്ട്രീയ CPMന് മെമ്പർഷിപ്പുള്ള ആളായിരുന്നു. മെമ്പർഷിപ്പ് കളഞ്ഞുപോയി, എടുത്തു കളഞ്ഞു അവർ. ഈ 3 പേരും വിസ്മയ സ്ഥാനാർത്ഥികളായി വരുന്നു. ഇനി എത്ര വിസ്മയങ്ങൾ കാണാനിരിക്കുന്നു.